നമസ്കാരം. ബി.ജെ.പി കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും എസ് ജയശങ്കറും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഇത് സംബന്ധിച്ചുള്ള ആദ്യ സൂചനകൾ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇരുവരും നിലവിൽ രാജ്യസഭാ അംഗമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇരുവരും ഇതുവരെ തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടില്ല. ഇത്തവണ ഇരുവരെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ തന്നെയാണ് ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പ്രഹ്ലാദ് ജോഷി പറയുന്നത്. ഇവർ കർണാടകയിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള ഒരു സൂചന കൂടി പ്രഹ്ലാദ് ജോഷി പങ്കുവെക്കുന്നുണ്ടായിരുന്നു. രാജ്യസഭയിൽ നമുക്കറിയാം നിർമ്മല സീതാരാമൻ പ്രതിനിധീകരിക്കുന്നത് കർണാടകത്തെയാണ്. ജയശങ്കർ ഗുജറാത്തിനെയും. 2008 നിർമ്മല സീതാരാമൻ ബി.ജെ.പിയിൽ ചേരുന്നത്. 2014 വരെ അവർ പാർട്ടിയുടെ ദേശീയ വക്താവ് കൂടിയായിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ സമയത്താണ് നിർമ്മല സീതാരാമൻ ആദ്യമായി കേന്ദ്ര മന്ത്രിസഭയിൽ എത്തുന്നത്. അതേ വർഷം തന്നെ അവർ ആന്ധ്രയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യസഭയിൽ എത്തുകയും ചെയ്തിരുന്നു. നയതന്ത്രജ്ഞനായിരുന്ന ഡിപ്ലോമാറ്റ് ആയിരുന്ന എസ് ജയശങ്കർ ആവട്ടെ 2019 മോദിക്കൊപ്പം ചേരുന്നത്. മോദി മന്ത്രിസഭയിൽ അംഗമാകുന്നത്. എന്തായാലും രണ്ട് വലിയ നേതാക്കൾ ഒരുമിച്ച് കർണാടകത്തിൽ നിന്ന് മത്സരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. പ്രത്യേകിച്ചും കർണാടകത്തിൽ ബി.ജെ.പിക്ക് വിജയ പ്രതീക്ഷകൾ ഏറെയാണ്. 2019 തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഒരു സൂചനയും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും JDS ഉൾപ്പെടെ ഇത്തവണ NDA പക്ഷത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ബി.ജെ.പിക്ക് അത്ര വലിയ ഒരു ടാസ്ക് ആയിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപക്ഷെ ജയശങ്കർ മാത്രമായിരിക്കാം കർണാടകത്തിൽ നിന്ന് മത്സരിക്കുക എന്നുള്ള സൂചനകൾ വരുന്നത്. അദ്ദേഹം ബാംഗ്ലൂർ നോർത്തിൽ നിന്നോ അല്ലെങ്കിൽ സൗത്തിൽ നിന്നോ മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തുകൊണ്ടാണ് ഈ മണ്ഡലം എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമുണ്ട്. കാരണം അഭ്യസ്ത വിദ്യരായ അല്ലെങ്കിൽ കൂടുതൽ ടെക്കുകളും മറ്റും ജോലി ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. പുറത്തു നിന്നുള്ള ആളുകൾ ധാരാളമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിദ്യാഭ്യാസത്തിന് കുറച്ചധികം മുൻതൂക്കമുണ്ട്. അതുകൊണ്ടാണ് ഈ എസ് ജയശങ്കറിന് ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും ആയിരിക്കും സീറ്റ് ലഭിക്കുക, നോർത്തിലോ സൗത്തിലോ ആയിരിക്കും സീറ്റ് ലഭിക്കുക എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു വരുന്നത്. അടുത്തതായി നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമന്റെ പേര് നമ്മൾ ഇതിനു മുൻപ് കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്നും അവർ മത്സരിക്കും എന്ന തരത്തിൽ കേട്ടിരുന്നു. എന്തായാലും അത് കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. നമുക്കറിയാം ഈ നിർമ്മല സീതാരാമന്റെ ഒരു നേതൃപാടവം ഇതിനു മുൻപ് തിരുവനന്തപുരം കണ്ടതാണ്. വിഴിഞ്ഞത്ത് വലിയ ഒരു പ്രക്ഷോഭം ഉണ്ടായ സമയത്ത് അവർ ആ ജനതയെ തൻ്റെ വാക്കുകൾ കൊണ്ട് നിമിഷ നേരം കൊണ്ട് അനുനയിപ്പിക്കുന്ന ഒരു മാജിക് അന്ന് കേരളത്തിന് കണ്ടിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് അന്ന് ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് അടുക്കാൻ പോലും പറ്റാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് നിർമ്മല സീതാരാമൻ ആ ജനങ്ങളുമായി വളരെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ആശയവിനിമയം ചെയ്തത്. അവരുടെ എല്ലാ ആവലാതികളും കേട്ടുകൊണ്ട് ഉടൻ തന്നെ പരിഹാരം ഉണ്ടാക്കിയെടുക്കുമെന്നുള്ള ഉറപ്പ് നൽകിയത്. അത് മാധ്യമങ്ങളിൽ ആ സമയത്ത് വലിയ വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന് ഒരു പുതുമുഖമല്ല നിർമ്മല സീതാരാമൻ. മാത്രമല്ല അവർ തമിഴ്നാട് സ്വദേശിനിയാണ്. നമുക്കറിയാം ഈ തിരുവനന്തപുരത്ത് തമിഴ് ചായ്വ് കുറച്ചധികമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. തമിഴകത്തെ മധുരയിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ അവർക്ക് മലയാളം അല്ലെങ്കിൽ ഈ ഒരു സീറ്റിലേക്ക് വരുമ്പോൾ പ്രചരണത്തിൽ ഉൾപ്പെടെ വലിയ തടസ്സങ്ങളൊന്നും നേരിടാനുള്ള സാധ്യതയുമില്ല. എന്തായാലും തിരുവനന്തപുരത്ത് ഒരു VVIP തന്നെ കളത്തിൽ ഇറങ്ങുമെന്നതിൻ്റെ ശക്തമായ സൂചനകളാണ് ഇത് നൽകുന്നത്. നിലവിൽ എന്തായാലും ജയശങ്കറും നിർമ്മല സീതാരാമനും മത്സരത്തിന് ഉണ്ടാവുമെന്നും ഉറപ്പിക്കുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും മോദി ഇന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്രയധികം ആത്മവിശ്വാസം തുളുമ്പുന്നതായിരുന്നു. തൃശ്ശൂർ മാത്രമല്ല തിരുവനന്തപുരത്തും ബി.ജെ.പിക്ക് വലിയ വിജയ പ്രതീക്ഷകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെതിരെ അവിടെ ഒരു അതിശക്തയായ VVIP തന്നെ ബി.ജെ.പി കളത്തിലിറക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.